നമസ്കാരം. ബ്രെയിൻ ഫ്യൂൽ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ചില കലാരൂപങ്ങളും അവ പ്രചാരത്തിലുള്ള ജില്ലകളെയും കുറിച്ചാണ്. ഗദ്ദിക വയനാട്. കേരളത്തിലെ വയനാട്ടിലെ അടിയ സമൂഹം ആചരിക്കുന്ന ഒരു ഗോത്ര കലാരൂപമാണ് ഗദ്ദിക. ഇത് ആചാരപരമായും പരസ്യമായും അവതരിപ്പിക്കുന്ന ഒരു നൃത്ത നാടകമാണ്. പലപ്പോഴും രോഗങ്ങൾ ഭേദമാക്കുന്നതിനോ അല്ലെങ്കിൽ പ്രസവ ചടങ്ങുകൾക്കോ വേണ്ടി ഇത് നടത്തുന്നു. പൊതുവായി ഇത് കാണുന്നത് വയനാട് മേഖലയിലാണ്. അർജുന നൃത്തം. പ്രധാനമായും കാണപ്പെടുന്ന ജില്ലകൾ കോട്ടയം, ആലപ്പുഴ. കോട്ടയം ജില്ലയിൽ ഒരു കാലത്ത് പ്രചാരത്തിലിരുന്നതും ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു കലാരൂപമാണ് അർജുന നൃത്തം. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഈ കലാരൂപം അനുരഞ്ജന കല, അനുഷ്ഠാന കല, ആയോധന കല, മയിൽപ്പീലി തൂക്കം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പടയണി, പത്തനംതിട്ട. കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന സ്വഭാവമുള്ള കലയാണിത്. വിളവെടുപ്പിനോടനുബന്ധിച്ചാണിത് നടത്തിവരുന്നത്. അടുത്തതായി പൊറാട്ട് നാടകം. പാലക്കാട്. പാലക്കാട് ജില്ലയിലെ നാടൻ ദൃശ്യകലാരൂപമാണ് പൊറാട്ട് നാടകം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിലാണ് പൊറാട്ട് നാടകം പ്രധാനമായും അരങ്ങേറുന്നത്. സാധാരണയായി മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത്. നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് ഈ കലാരൂപത്തിലെ പ്രധാന വിഷയങ്ങൾ. മറക്കരുത്, പൊറാട്ട് നാടകം പ്രധാനമായും കാണപ്പെടുന്ന മേഖല പാലക്കാട്. യക്ഷഗാനം, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം. ഇത് കേരളത്തിലെ കഥകളിയുമായി സാമ്യമുള്ള ഒരു കലാരൂപമാണ്. യക്ഷഗാനത്തിലെ കഥാപാത്രങ്ങൾ സംഭാഷണം നടത്താറുണ്ട്. ഇത് കഥകളിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 5 കലാരൂപങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഒന്നാമതായി ഗദ്ദിക, പ്രചാരത്തിലുള്ള ജില്ല വയനാട്. രണ്ടാമത് അർജുന നൃത്തം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ. 3 പടയണി, പത്തനംതിട്ട ജില്ല. 4 പൊറാട്ട് നാടകം, പാലക്കാട്. 5 യക്ഷഗാനം, കാസർഗോഡ്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസും ടിപ്സും ലഭിക്കുന്നതിനായി ഈ ചാനൽ കാണുക. ഞാനിടുന്ന എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതിനായി ബ്രെയിൻ ഫ്യൂൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്